ഇനി നമുക്ക് സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസായിരുന്നു ഫുഡ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് പഠിക്കാനായിട്ടൊക്കെ ഇരുന്നു. അപ്പോൾ എല്ലാവരും ഇരുന്ന് പഠിക്കും. അപ്പോൾ നമ്മളും അതിൻ്റെ അടുത്തിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാട്ടും പാടി ഓളെ വിഷൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെയും വിശപ്പ് വന്ന് നമ്മൾ അടുത്ത കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ അടുത്ത കടയിൽ ചെന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കാരണം സ്റ്റഡി ലീവാണല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ ഇരുന്ന് പഠിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിശപ്പ് വന്നപ്പോൾ നമ്മൾ കുറുക്കുറെ എടുത്ത് കഴിച്ചു. അപ്പോഴത്തേക്ക് ഇതാ മഴക്കോളൊക്കെ. അപ്പോൾ നമുക്കിനി ബാൽക്കണി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ റൂമിൽ ചെന്നപ്പോൾ റൂമിലൊരാൾ സ്വീറ്റ് കോണൊക്കെ ഉണ്ടാക്കി. അതൊക്കെ നമ്മൾ കഴിച്ച് അങ്ങനെ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇടണം, നല്ലതാണെന്നൊക്കെ നമ്മൾ കഴിക്കണം. അങ്ങനെ എക്സ്പ്രഷനൊക്കെ ഇട്ട് അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷൊക്കെ ആവാൻ വേണ്ടി പോയി. നമ്മൾ കുളിച്ചിട്ടൊക്കെ കുളിച്ച് വന്നപ്പോഴത്തേക്ക് ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമുക്കിന്ന് കഴിക്കാൻ ചോറും അവിയലും രസമായിരുന്നു. രസം എടുത്തില്ല, നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുണ്ടായിരുന്നു. അത് കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് എന്നിട്ട് ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്ന് പിന്നെ കട്ടൻ ചായയുടെ നമുക്ക് പപ്സായിരുന്നു കഴിക്കാം. നമ്മൾ അതൊക്കെ കഴിച്ച് രാത്രിയായപ്പോൾ കുഷ്കയും ചട്നി ഉണ്ടായിരുന്നു, അതും കഴിച്ച് പിന്നെ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് ഇത്രയേ ഉള്ളൂ.